ആ രണ്ട് മനുഷ്യരെ ഇറക്കുന്ന സമയത്ത് ഇസ്ലാമിനെ ഇറക്കുമ്പോൾ അവിടെ നിന്ന് കൂടെ മറ്റൊരു ഭാഗത്തേക്ക് ഇബ്ലീസിനെയും ദുനിയാവിലേക്ക് അയക്കപ്പെട്ടു. അങ്ങനെ മനുഷ്യന്റെ ശത്രുവായി ഇബ്ലീസ് ഇങ്ങനെ ദുനിയാവിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ഖിയാമത്ത് നാൾ വരെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് മനുഷ്യവർഗത്തിന്റെ ശത്രുവാണ് ഇബ്ലീസ് എന്നുള്ളത് നേരത്തെ നമ്മുടെ അബുൽ ബസർ ആദം നബി അലൈഹിസ്സലാം ചതിയിൽപ്പെട്ടതുമായ സംഭവങ്ങൾ നമുക്കറിയാം. അതുകൊണ്ട് ഇബ്ലീസ് ഇന്നുമേ ദുനിയാവിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു മനുഷ്യനെ പറ്റിപ്പിക്കാൻ വേണ്ടി. ആ മനുഷ്യ ശരീരത്തിലേക്ക് അതുകൊണ്ടാണ് മനുഷ്യനിക്ക് രണ്ട് നിലക്ക് രോഗം ബാധിക്കാൻ. ഒന്ന് അതായത് ശാരീരികമായ രോഗങ്ങൾ, മറ്റൊന്ന് പൈശാചികമായ രോഗങ്ങൾ. അങ്ങനെ ശാരീരികമായിരിക്കുന്ന രോഗത്തിലേക്ക് എന്താക്കാം, ഇവിടുന്ന് ശാസ്ത്രീയമായിരിക്കുന്ന ചികിത്സകൾ നടന്നുകൊണ്ട് അതിലേക്ക് പരിഹാരങ്ങൾ കിട്ടുന്നു. അതുപോലെ തന്നെ പൈശാചികമായിരിക്കുന്ന രോഗങ്ങൾ ബാധിച്ചാൽ അതിലേക്ക് ആത്മീയമായ ചികിത്സയാണ് ഇവിടെ ലഭിക്കേണ്ടത്. അങ്ങനെ ആത്മീയമായ ചികിത്സയുടെ ഭാഗമാണ് ഇത്രയും മജ്‌ലിസുകൾ എന്നുള്ളത്. നമുക്കറിയാം, ആത്മീയമായ ചികിത്സ നമ്മൾ നടത്തില്ലെങ്കിൽ ആ ആത്മീയമായിരിക്കുന്ന പൈശാചികമായിരിക്കുന്ന രോഗങ്ങൾ നമ്മളെ വീണ്ടും എന്താക്കുന്നു, ശാരീരികമായ രോഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ ഇവിടുന്ന് പൈശാചികമായ രോഗങ്ങളും ശാരീരികമായ രോഗങ്ങളും രണ്ടും പിടിപ്പെട്ടുകൊണ്ട് മനുഷ്യൻ പിന്നെ മനുഷ്യരല്ലാതെ ആയിപ്പോയി. എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ വെപ്രാളത്തിൽ പെട്ടുപോകുന്ന ഒരുപാട് സംഭവങ്ങൾ നമുക്കറിയാം. അതുകൊണ്ട് അത്രയും പൈശാചികമായിരിക്കുന്ന ആ രോഗത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട ആത്മീയമായ സഫിയഖുസ്താദുകൾ ചികിത്സിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചികിത്സിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത്, ചികിത്സിക്കുന്നു എന്ന് പറയുന്നത് ഞാൻ എന്തെല്ലാവരും എന്താ പറഞ്ഞതല്ല. ഒരു 2 ദിവസത്തിലേക്ക് മുമ്പ് അൽഹംദുലില്ലാഹ് ഒരു ചികിത്സക്ക് ബഹുമാനപ്പെട്ട സഫീഖ് ഉസ്താദുകൾ പോയി. കൂടെ സാധുവായ എന്നെയും അങ്ങോട്ട് കൂട്ടി. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഉസ്താദിന്റെ കൂടെ പോയപ്പോൾ ചെറിയ 2 പെൺമക്കളാണ്. അല്ലാഹു തആല പൂർണ്ണമായും ആഫിയത്തും സന്തോഷവും ആ കുടുംബത്തിന് അല്ലാഹു നൽകട്ടെ. അതുകൊണ്ട് അവിടെ പോയപ്പോൾ സുബ്ഹാനല്ലാഹ് പൈശാചികമായ ചെറിയ കുഞ്ഞുങ്ങളെ പിടികൂടുകയാണ്. അങ്ങനെ ഒരുപാട് ശാരീരികമായ രോഗങ്ങളും ആ കുഞ്ഞുങ്ങൾക്ക് പിടിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട സഫീഖ് ഉസ്താദ് അവர்கள் അവിടെ ഏത് മജ്‌ലിസിലേക്ക് പോയാലും മധുര മജ്‌ലിസിന്റെ മറ്റും ഒരുപാട് മജ്‌ലിസുകൾ നടന്നിട്ടുണ്ട്, ഒരുപാട് ആത്മീയ ചികിത്സകൾ നടന്നിട്ടുണ്ട്. അല്ലാഹു തആല കൊടുത്ത വലിയ ഒരു കഴിവുകളും പൗരങ്ങളുമാണ്. അല്ലാഹു തആല അത് ഒരുപാട് കാലം അല്ലാഹു നിലനിർത്തി തീരുമാനമാവട്ടെ. അങ്ങനെ നാളെ സുഖപ്പെടുമെന്നല്ല ഒരു രോഗിയുടെ അടുത്ത് പോയിട്ട് നിങ്ങളുടെ രോഗം നാളെ സുഖപ്പെടുത്താമെന്നല്ല, അതേ മജ്‌ലിസിൽ വെച്ചുകൊണ്ട് അതിന്റെ മഹാന്മാരായിരിക്കുന്ന ഉസ്താദുമാരെ ഔലിയാക്കളെ തവസ്സുൽ ചെയ്തുകൊണ്ട് മന്ത്രിച്ച് എന്നിട്ട് ആ സദസ്സിൽ വെച്ചുകൊണ്ട് പിശാചിനെ പിടികൂടി മഹാന്മാരെ സത്യം ചെയ്തുകൊണ്ട് ശരീരത്തിൽ നിന്ന് പിശാചിനെ ഇറക്കി വിടാനുള്ള കഴിവുകൾ ബഹുമാനപ്പെട്ട സഫീഖ് ഉസ്താദിന് അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. ഇത് മുമ്പ് ഒരുപാട് വർഷത്തിന്റെ മുമ്പല്ല, 2-3 ദിവസം മുമ്പ് ഞാൻ ലൈവായി കണ്ട സംഭവങ്ങളാണ്. അല്ലാഹുവേ അതെല്ലാം നീ നിലനിർത്തി കൊടുക്കണം റഹ്മാനെ. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ലോകത്തിന്റെ നാനാ ഭാഗത്തും കഷ്ടപ്പെടുന്ന ഒരുപാട് മുഅ്മിനീകൾ, അവർക്ക് ഒരുപാട് ഗുണം കിട്ടുമല്ലോ. അത് അല്ലാഹു തആല ആത്മീയമായ നിലക്ക് ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെ പിടുത്തത്തിലൂടെ മഹാന്മാരെ തവസ്സുൽ ചെയ്തുകൊണ്ട് അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. കാരണം പെട്ടെന്നൊന്നും അതുണ്ടാകുന്നില്ല, ഇറങ്ങിപ്പോകുന്നില്ല. ഇറങ്ങിപ്പോകാതെ സമയത്ത് ബഹുമാനപ്പെട്ട ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ, ഏർവാടി സുഹദാക്കളെ, അജ്മീർ ഹദാത്തങ്ങളെ, ഇങ്ങനെ തുടങ്ങിയ മഹാന്മാർ ആത്മീയമായി നമുക്ക് വിളിക്കുന്ന സമയത്ത് അവിടെ നിന്ന് വന്നതിന്റെ എല്ലാ രംഗങ്ങളും കാണിച്ചു. അവിടെ നിന്ന് സത്യം ചെയ്തുകൊണ്ട് ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അൽഹംദുലില്ലാഹ് അല്ലാഹുവേ ആ കഴിവുകൾ ഒരുപാട് കാലം ഈ സമുദായത്തിന് നിലനിർത്തി കൊടുക്കണം റഹ്മാനെ. ബഹുമാനപ്പെട്ട സഫീഖ് ഉസ്താദിന് അല്ലാഹു കൊടുത്ത കഴിവുകളാണ്, നല്ല ആത്മീയമായ ചികിത്സകളാണ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഉസ്താദിന്റെ കഴിവൊക്കെ ഞാനൊന്ന് കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ചെറിയൊരു മജ്‌ലിസ് നടത്തുന്ന ആളൊന്നുമല്ല. വലിയ എല്ലാവരും ഒരുമിച്ച് കൂട്ടുകൊടുത്ത നല്ല വലിയൊരു മജ്‌ലിസുകളൊക്കെ നടത്താം. പക്ഷെ ഉസ്താദ് എന്താണ് വിചാരിക്കുന്നത് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് അല്ലാഹുവേ എല്ലാ നിലക്കും അത്രയും ആത്മീയ ചികിത്സകൾ ഇനിയും ഒരുപാട് കാലം നടത്താനുള്ള ആഫിയത്ത് അല്ലാഹു തആല നൽകുമാറാവട്ടെ. അതുപോലെ അത്രയും പിശാചിന്റേതായിരിക്കുന്ന കെണികളിൽ പെട്ടുപോയ ഒരുപാട് മുഅ്മിനീകളുണ്ട്. അല്ലാഹുവേ എല്ലാവരെയും രോഗങ്ങളെ നീ എല്ലാം സുഖപ്പെടുത്തി കൊടുക്കണം റഹ്മാനെ. അതുകൊണ്ട് ശാരീരികമായി ഒരുപാട് ആളുകൾ ഹോസ്പിറ്റലിൽ വീട്ടിലും കിടക്കുന്ന ആളുകളുണ്ട്. ഇന്നലെ ഒരാള് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, മംഗലാപുരം ഹോസ്പിറ്റലിൽ നിന്ന് ഒരാള് ഉണ്ടായിട്ടുണ്ട്.